നമുക്കിന്നൊരു സ്പെഷ്യലായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലായിട്ട് 2 സ്പൂണ് അളവിൽ പയർ എടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ പയർ പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്, നമ്മുടെ പിങ്ക് കളർ പരിപ്പ്, പിന്നെ 1 സ്പൂൺ അളവിൽ നമ്മുടെ കടല, പിന്നെ 1 സ്പൂൺ പച്ചരി. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകി നമ്മൾ നൈറ്റിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ട് വയ്ക്കുക. രാവിലെ ആകുമ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്പം ഉപ്പ് കൂടി പാകത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. തിന്നായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല കേട്ടോ. അല്പം നെയ്യ് കൂടി ഒഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ദോശ വന്നിട്ട് ഏതൊരു ചട്നിയുടെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ സെറ്റ് ആയിട്ടുണ്ട്.